കോൺഗ്രസ് ഒരു ജനാധിപത്യ പാർട്ടിയാണ്. ആ കാര്യത്തിൽ ആർക്കും യാതൊരുവിധ തർക്കവുമില്ല. ഇനി പാർട്ടിക്കുള്ളിലെ ഈ ജനാധിപത്യം തുറന്ന് കാണപ്പെടുന്നത് നേതാക്കളുടെ അഭിപ്രായ വ്യത്യാസത്തിൽ നിന്നുകൊണ്ട് ഒരു ഐക്യകണ്ഠേന ഉള്ള നിലപാടുകളും തീരുമാനങ്ങളും എടുക്കുമ്പോഴാണ്. അതുകൊണ്ടാണ് കഴിഞ്ഞ ദിവസം കൂടി കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവിന് RSS എന്ന സംഘടനയുടെ ശേഷിയെ മോദി അദ്വാനി ഫോട്ടോ കാണിച്ചുകൊണ്ട് പറയാൻ കഴിഞ്ഞത്. ദിഗ്വിജയ് സിംഗ് എന്ന കോൺഗ്രസിൻ്റെ മുതിർന്ന നേതാവാണ് ഒരിക്കൽ നിലത്തിരുന്നത്. താഴെത്തട്ടിലുള്ള പ്രവർത്തകന് എങ്ങനെ വളർന്ന് മുഖ്യമന്ത്രിയും പ്രധാനമന്ത്രിയുമാകാൻ കഴിയുമെന്നതിൻ്റെ ഉദാഹരണമാണ് RSS എന്നും അതാണ് സംഘടനയുടെ ശക്തി എന്നൊക്കെയുള്ള തരത്തിൽ ഒരു തുറന്ന അഭിപ്രായം പറഞ്ഞത്. ഈ വിഷയത്തിൽ പ്രതികരിച്ച് കോൺഗ്രസിനകത്തെ വിപ്ലവമായി നിൽക്കുന്ന തരൂരും ഉടൻ തന്നെ പ്രതികരണം നടത്തി. പാർട്ടിക്കുള്ളിൽ ചില പരിഷ്കാരങ്ങൾ വരണമെന്നാണ് അദ്ദേഹത്തിൻ്റെ അഭിപ്രായം. ഗാന്ധി കുടുംബത്തെ കണക്കിന് തരൂർ വിമർശിക്കുമ്പോഴും ഇപ്പോൾ ദിഗ്വിജയ് സിംഗ് കോൺഗ്രസിൻ്റെ സംഘടനാ ശേഷിയെ ചോദ്യം ചെയ്യുമ്പോഴും കോൺഗ്രസ് എന്ന പാർട്ടി എടുക്കുന്ന നിലപാട് മൗനമാണ്. പറയാനുള്ളവർ പറഞ്ഞിട്ട് പോകട്ടെ, അല്ലാതെ അതിൽ തലയിട്ട് ചൊറിഞ്ഞ് പൊട്ടിച്ച് വഷളാക്കേണ്ടതില്ല എന്നാണ് കോൺഗ്രസ് പാർട്ടിയുടെ തീരുമാനം. എന്തായാലും അതൊരു പരിധിവരെ ഗുണം ചെയ്തു എന്ന് തന്നെ പറയാം. കാരണം കഴിഞ്ഞ ദിവസം കോൺഗ്രസിനെ വിമർശിക്കുകയും സംഘടനാ പാടവത്തെ ചോദ്യം ചെയ്യുകയും ചെയ്ത ദിഗ്വിജയ് സിംഗ് മണിക്കൂറുകളുടെ വ്യത്യാസത്തിൽ മറ്റൊരു പ്രസ്താവന കൂടി ഇറക്കി. താൻ RSS സംഘടനാ സംവിധാനത്തെയാണ് പുകഴ്ത്തിയത് എന്നും BJPയെയും RSSനെയും എതിർക്കുന്നത് തുടരുമെന്നുമായിരുന്നു വിശദീകരണം. ഒരു കാര്യം ഓർക്കണം, ഗുജറാത്ത് രാഷ്ട്രീയത്തിൽ നരേന്ദ്രമോദിയുടെ ഉയർച്ചയെ രേഖപ്പെടുത്തുന്നതായിരുന്നു ദിഗ്വിജയ് സിംഗ് പങ്കുവെച്ച ചിത്രം. 1996 മുൻ ഗുജറാത്ത് മുഖ്യമന്ത്രി ശങ്കർ സിംഗ് വഘേലയുടെ സത്യപ്രതിജ്ഞാ ചടങ്ങിനിടെ എടുത്ത ചിത്രം ഒന്ന് പങ്കുവച്ചപ്പോഴേക്കും BJP അതിൻ്റെ വള്ളിയിൽ പിടിച്ച് അതിനെ ആളിക്കത്തിക്കാൻ നോക്കുകയാണ് ചെയ്തത്. എങ്ങനെയെങ്കിലും ഗാന്ധി മുതൽ നെഹ്റു വരെയുള്ള എല്ലാ പാരമ്പര്യത്തെയും തൂത്തെറിയാനാണ് BJP നോക്കുന്നത്. അതാണല്ലോ മഹാത്മാഗാന്ധിയുടെ പേര് വരെ അവർ വെട്ടിമാറ്റിയത്. അവിടേക്കൊരു കനൽ തരി ആയി അവർ ദിഗ്വിജയ് സിംഗിനെ BJP കണക്ക് കൂട്ടിയെങ്കിൽ രായ്ക്ക് രാമാനം കോൺഗ്രസിൻ്റെ ഒന്നും കൂസാതെയുള്ള മൗന മറുപടിയിൽ വിമർശനത്തിൻ്റെ വാളോങ്ങിയ നേതാവും കോൺഗ്രസ് കൂട്ടിലേക്ക് തന്നെ കയറി എന്ന് പറഞ്ഞാൽ മതി. അതേസമയം കഴിഞ്ഞ ദിവസം ചേർന്ന വർക്കിംഗ് കമ്മിറ്റി യോഗത്തിലേക്ക് തരൂർ എത്തുകയും ചെയ്തിരുന്നു. അതിനു മുൻപേ തന്നെ മഹാത്മാഗാന്ധിയുടെ ആത്മാവിനെ കീറിമുറിക്കുന്ന പണിയാണ് ഗ്രാമീണ തൊഴിലുറപ്പ് പദ്ധതി ബില്ലിൽ മാറ്റം വരുത്തിയതിലൂടെ സംഭവിച്ചിരിക്കുന്നത് എന്ന് സഭയിൽ സ്പീക്കറെ സാക്ഷി നിർത്തി നരേന്ദ്രമോദിയോട് ശശി തരൂർ പറയുകയും ചെയ്തു. വലിയ ചർച്ചയായ വിഷയമായിരുന്നു ഇതൊക്കെ. ഇതിലേക്കൊക്കെ നയിച്ചത് വിമർശിക്കുന്നവർ വിമർശിച്ചു പോകട്ടെ, വലിയ മറുപടി പറഞ്ഞ് കാര്യത്തെ വഷളാക്കേണ്ടതില്ല എന്ന കോൺഗ്രസിനെ സോണിയാഗാന്ധിയുടെ തന്ത്രങ്ങൾ തന്നെയാണ്.